വീണ് മരിച്ച പ്രാദേശിക നേതാവിന്റെ മൃതദേഹവുമായി ബിജെപി പ്രവർത്തകർ കായംകുളം പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചു. കള്ളക്കേസിൽ കുടുക്കിയതിന്റെ മനോവിഷമമാണ് മരണകാരണമെന്നാണ് ആരോപണം. മോഷണക്കുറ്റം ആരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ചെന്ന കേസിൽ കൃഷ്ണപുരം സ്വദേശി മനോജിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തിരുന്നു. ബിജെപിയുടെ പ്രാദേശിക നേതാവും കൃഷ്ണപുരം ആലമ്പള്ളി സ്വദേശിയുമായ മനോജാണ് മരിച്ചത്. മോഷണക്കുറ്റം ആരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ മർദ്ദിച്ചതിന് മനോജിനെ പ്രതിയാക്കി കായംകുളം പോലീസ് ഏതാനും ദിവസം മുൻപ് കേസെടുത്തിരുന്നു. വാക്കേറ്റത്തിനിടയിൽ മനോജിന്റെ തലയ്ക്കും പരിക്കേറ്റിരുന്നു. ഇരുവിഭാഗത്തെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി താക്കീത് ചെയ്ത് വിട്ടയച്ചു. പിറ്റേ ദിവസം മനോജിനെ വീണ്ടും അറസ്റ്റ് ചെയ്തു. ഗുരുതര വകുപ്പുകളും ചുമത്തി. റിമാൻഡിലായ മനോജ് പിറ്റേ ദിവസം ജാമ്യത്തിലിറങ്ങി. പിന്നാലെ കുഴഞ്ഞു വീണു മരിച്ചു. CPM നേതാക്കളുടെ ആവശ്യപ്രകാരമാണ് മനോജിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതെന്നാണ് BJPയുടെ ആരോപണം. ഇത്രയും നീചമായ നിഷ്ഠൂരമായിട്ടുള്ള ഒരു മരണത്തിലേക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നയിച്ചത് ഈ പോലീസിന്റെ നയം തന്നെയാണ്. ഒരു സംശയവും വേണ്ട, പോലീസിന്റെ നിലപാടാണ്. SDPIക്കാർക്കും ഭീകരന്മാർക്കും CPMകാർക്കും വേണ്ടി എന്ത് വിടിപടി ചെയ്യുന്ന നാണം കെട്ട പോലീസാണ് ഈ മനോജിന്റെ മരണത്തിന് ഉത്തരവാദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. മനോജിന്റെ മൃതദേഹവുമായി 1 മണിക്കൂറിലധികം BJP പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മനോജിന്റെ മൃതദേഹം സംസ്കരിച്ചു. മാതൃഭൂമി ന്യൂസ് ആലപ്പുഴ.